തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് 75ഓളം പ്രവർത്തകരാണ് പാർട്ടി മാറിയെത്തിയിട്ടുള്ളത്. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ നിലവിൽ പാർട്ടി മാറി കോൺഗ്രസിൽ എത്തിയിരിക്കുകയും ചെയ്തത്. അതിനെ ഒരു മധുര പ്രതികാരമെന്നുള്ളതാണ് DCC മുൻ പ്രസിഡന്റ് പറഞ്ഞത്. എന്താണ് അങ്ങനെ മധുര പ്രതികാരമായിട്ട് അതിനെ കാണാൻ കാരണം? അല്ല, പെരിങ്ങമല പഞ്ചായത്ത് ജനാധിപത്യപരമായി ജനങ്ങൾ വോട്ട് ചെയ്ത് UDF-ൻ്റെ ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെയാണ് ആ പഞ്ചായത്ത് വളരെ നന്നായി മുമ്പോട്ട് പോവുകയായിരുന്നു. ആ പഞ്ചായത്തിനെ അട്ടിമറിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഒരു ചതിപ്രയോഗത്തിലൂടെയാണ് അട്ടിമറിക്കുന്നത്. മാത്രമല്ല, അതിനുശേഷം അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി പഞ്ചായത്ത് മാറുകയാണ്. ഇത് CPM-ന് പോലും ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലും സഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഇപ്പോൾ ദീർഘകാലം ആ മേഖലയിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിലാണ് റിയാസ് ജയിക്കുന്നത്. റിയാസ് പഞ്ചായത്തിൽ ജയിച്ചത് എനിക്ക് തോന്നുന്നു 600 വോട്ടിൻ്റെ മറ്റോ 650 വോട്ടിൻ്റെ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ മാറ്റം എന്നുള്ളതാണ്. അതെ, അത് വളരെ അവിടുത്തെ ജനകീയ താല്പര്യമാണ്, ജനങ്ങളുടെ താല്പര്യമാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് ആ പാർട്ടിയാണ് എന്ന് ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല എല്ലാ അഴിമതിക്കും കൂട്ടുനിൽക്കുന്നു. അതൊക്കെ എല്ലാ പാർട്ടിക്കകത്തും പുറത്തും നന്നായി വിശ്വാസ്യതയോടെ ഇത് ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ശ്രീ റിയാസ് വളരെ ശക്തമായി അവിടെയുള്ള പാർട്ടി പ്രവർത്തകന്മാരുമായും സഹപ്രവർത്തകരുമായി കോൺഗ്രസിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. അദ്ദേഹം ഇന്ന് പാർട്ടിയുടെ അംഗമാകുകയാണ്. 75ഓളം പ്രവർത്തകർ എത്തിയിട്ടുണ്ടല്ലേ? 75ഓളം പ്രവർത്തകർ. ഞാൻ റിയാസിൻ്റെ കുടുംബത്തെ എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് 75ഓളം പ്രവർത്തകരെന്നുള്ളതല്ല, വലിയ മാറ്റം ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ റിയാസിൻ്റെ വരവിന് കഴിയും. കഴിഞ്ഞ 10 വർഷമായി ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു, ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പം ഈ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പാർട്ടി വിടുന്നത് ഒരു ഔചിത്യമായി തോന്നുന്നുണ്ടോ? ആയിരുന്നില്ല. ഇതിന് മുന്നേ എടുത്ത ഒരു മാനസിക തീരുമാനമാണ്. എന്നിരുന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് 1-2 പ്രോജക്റ്റുകൾ ഡിവിഷനിൽ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് ആ ഭാഗമായിട്ട് തന്നെ ഒരു സാംസ്കാരിക നിലയമടക്കം ഒരു നാടിനെ സമർപ്പിക്കുന്നതിന് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞു. മുന്നേ എടുത്ത തീരുമാനമാണ്, ഇപ്പോൾ അത് പൂർണ്ണതയിൽ എത്തി. എന്തായാലും 75ഓളം പ്രവർത്തകരാണ് CPM വിട്ട് നിലവിൽ തിരുവനന്തപുരത്ത് DCC ഓഫീസിൽ വെച്ച് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരായി മാറിയിട്ടുള്ളത്.